എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ ഓരോ ദിവസവും യൂറോപ്പിലേക്ക് ടൂറിസ്റ്റ് വിസ എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറ്റലിയിൽ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ എൻ്റെ ഏരിയയിൽ ഞാൻ ഒരു 2 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു 15 പേര് കൂടി അടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 70 പേരോടത്തും ആ ഗ്രൂപ്പിലുണ്ടായി. ഇങ്ങനെ ഓരോരുത്തർ ഈ ടൂറിസ്റ്റ് വിസയ്ക്ക് ഇവിടെ വന്ന് ഇല്ലീഗലായിട്ട് നിന്ന് ജോലി സമ്പാദിച്ച് പേപ്പർ ഉണ്ടാക്കി പോകുന്ന ആളുകൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് നിരവധി ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചു. അവർ ഫാമിലി ഒരുമിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 കുട്ടികളുണ്ട് ചെറുത്. അപ്പോൾ ഞാൻ അവരെ ഇപ്പം താൽക്കാലികമായിട്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനായിരുന്നു. അടുത്ത വർഷം തിരിച്ചു പോകണം. അപ്പോൾ ചോദിച്ചു പേപ്പർ അല്ല, അടുത്ത വർഷം നമുക്കിവിടെ പേപ്പർ ഇറങ്ങുമെന്നാണല്ലോ കേട്ടത്. പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ ചില ഏജൻസിക്കാർ അതല്ലെങ്കിൽ ഇവിടുത്തെ ചില ആളുകൾ പറയുന്നുണ്ട്, അടുത്ത വർഷം നമ്മുടെ പേപ്പർ ഇറങ്ങും, ഓപ്പൺ പേപ്പർ ഉണ്ടാകും, അപ്പോൾ നമുക്ക് വിസ ഉണ്ടാക്കാൻ പറ്റും എന്ന്. ഇത് കേട്ടുകൊണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ 2 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ കൊടുത്തെടുത്ത് ഇവർ 8.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അവരിവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത വർഷം തിരിച്ചു പോവുകയും ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഒരു ഗവൺമെൻറ് ജോലിക്കാരനും കൂടിയാണ്. അദ്ദേഹം 5 വർഷം അവധി എഴുതി കൊടുത്തിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു 2016 തോന്നുന്നു ഒരു വാട്സപ്പ് മെസ്സേജ് പോകുന്നുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് അപ്പോൾ ഇത്രയും നാള് നമ്മൾ കാത്തിരുന്നതിൻ്റെ ഫലം കിട്ടാറായി. ഒരു പള്ളിയിൽ അച്ഛൻ പറയുന്ന പോലെയൊക്കെ പറയുന്നത് കിട്ടാറായി. അപ്പോൾ അടുത്ത മാസം എല്ലാവർക്കും പേപ്പർ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പേപ്പർ വയ്ക്കുക, പേപ്പർ കിട്ടി എത്രയും പെട്ടെന്ന് എല്ലാവരും നാട്ടിൽ പോവുക, ഇങ്ങനത്തെ ഓരോരോ മെസ്സേജുകൾ. അതിനുശേഷം ഈ 2016 ഈ മെസ്സേജ് ഇറങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പം ഇറങ്ങുന്നു, അടുത്ത മാസം ഇറങ്ങുന്നുണ്ടെന്ന് ഈ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്തു. പക്ഷേ വന്നത് കൊറോണ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അന്ന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, ഇങ്ങനെ കൊറോണയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ ക്രൈസിസ് നിന്നൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പേപ്പർ കൊടുക്കാമെന്ന് സെനറ്റ് തീരുമാനിച്ച് അങ്ങനെ ആ അന്നത്തെ പ്രൊസീജിയർ ഇന്നും അത് കിട്ടാത്ത ആളുകളുണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു വ്യക്തി ലീഗലായിട്ട് ജോലി ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് അതിന് ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങനെ അമിതമായിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഒരു പക്ഷെ ഗവൺമെൻറ് ഇനി പേപ്പർ കൊടുക്കുമോ ഇല്ലയോ ഇത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മൾ കയ്യിലിരിക്കുന്ന കടവും വേലയും മേടിച്ചിട്ട് അവിടെ നിന്ന് 8-9 ലക്ഷം രൂപയ്ക്ക് ഏജൻസി കൊടുത്തിട്ട് അടുത്ത വർഷം നമുക്കിവിടെ പേപ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നമുക്ക് നാളെ അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞ് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം പേപ്പർ ഇറങ്ങുമെന്ന് അല്ലെങ്കിൽ ഓപ്പൺ പേപ്പർ ഇറങ്ങുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അത് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഏജൻസിക്കാർക്ക് ഈ പൈസ കൊടുത്ത് വരുന്നവർ ആളുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ 1-2 വ്യക്തികൾ മാത്രമല്ല, നിരവധി ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അടുത്ത വർഷം പേപ്പർ ഇറങ്ങുന്നു. ഈ മലയാളികൾ പേപ്പർ ഇല്ലാതിരിക്കുന്ന ആളുകൾ തന്നെ അല്ലെങ്കിൽ പേപ്പർ ഇല്ലാതിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പേപ്പർ ഉള്ള ആളുകൾ, വിസ ഉള്ള ആളുകൾ ഓരോ മെസ്സേജുകൾ വിടുന്നതാണ്. ഒരു സുഖം എന്ന് പറയാനല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കേട്ടുകൊണ്ട് വരുന്നവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി പുതിയ വിശേഷമായിട്ട് ഇനിയും വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.